പുതിയ വല്ല ഫോൺ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ആക്കിക്കോട്ടോ. 20ഓളം ഫോണുകളാണ് ഈ ഒരൊറ്റ ജൂലൈ മാസത്തിലായിട്ട് വരാൻ പോകുന്നത്. ഇതിൽ തന്നെ നല്ല യൂണീക്ക് ആയിട്ടുള്ള ഫോണുകളുണ്ട്, നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണുകളുണ്ട്. ഇതൊന്നും കൂടാതെ നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വൺ പ്ലസിൽ നിന്നുള്ള ഫോണാണ് പറയുന്നത്. വൺ പ്ലസിൻ്റെ N6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് കാറ്റഗറി വരുന്ന ഒരു ഫോണാണ് കേട്ടോ. ഇത് അവരുടെ ഒരു പുതിയ സീരീസാണ്. ഏതാണ്ട് 80,000 to 25,000 പ്രൈസ് റേഞ്ചായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. 8000 mAh ബാറ്ററി ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. AMOLED ഡിസ്പ്ലേ ആയിരിക്കും എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വൺ പ്ലസിന്റെ പുതിയൊരു സീരീസുള്ള ഫോണാണല്ലോ കണ്ടത്. ഇതുപോലെ തന്നെ നത്തിങ്ങിന്റെയും പുതിയൊരു സീരീസുള്ള ഫോൺ വരുന്നുണ്ട്, നത്തിങ് ഫോൺ 4B എന്ന് പറഞ്ഞിട്ട്. ഇത് നത്തിങ് ഫോൺ 4Aയുടെ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊന്നുമല്ല. നത്തിങ് ഫോൺ 4A ഉണ്ടല്ല, അതിന്റെ നേരെ താഴെയുള്ളൊരു വേർഷൻ ആയിരിക്കും. 6.32 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സലിന്റെ ക്യാമറ, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിന്റെ 6 Gen 4 ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ചിപ്സെറ്റും. ഏതാണ്ട് ഈ ഒരു ഫോണും 25,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഓപ്പോയിൽ നിന്നുള്ള രണ്ട് ഫോണുകളാണ് കേട്ടോ. ഓപ്പോയുടെ Reno 16C എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും, അതുപോലെ തന്നെ ഓപ്പോയുടെ Reno 16. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ Reno സീരീസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് കേട്ടോ. ഈ പ്രാവശ്യം അത് തന്നെയാണ്. ഓപ്പോയുടെ Reno 16Cയിൽ 6.57 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ MediaTek Dimensity 7300 ആയിരിക്കും ചിപ്സെറ്റ്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും ടെലിഫോട്ടോ ക്യാമറ, അതുപോലെ തന്നെ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. അതായത് 40,000 to 45,000 പ്രൈസിങ് ആയിരിക്കും ഇത് വരാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ കൊടുത്തുള്ള ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ 7300 ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസേക്ക് കാരണം വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് 20,000 താഴെ വരുന്ന ഫോണുകളിൽ കൊടുത്തിരുന്ന ചിപ്സെറ്റാണ് ഈ ഒരു 40,000 ഫോണിൽ കൊണ്ടിട്ട് കിട്ടുന്നത്. വാങ്ങണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം കേട്ടോ. സോ അടുത്ത അവരുടെ ഫോണാണ് ഓപ്പോയുടെ Reno 60. 6.32 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേ, പിന്നെ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ, 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, പിന്നെ 6000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതിൽ കൊടുത്തുള്ള ചിപ്സെറ്റും സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 4 ആണ്. അതും ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ പ്രൈസിങ് ഏതാണ്ട് വരാൻ പോകുന്നത് 60,000 പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ. സോ ആ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ചിപ്സെറ്റ് ഒരിക്കലും എനിക്ക് വർത്തായിട്ട് തോന്നുന്നില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് iQOO Z11 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. 6.83 ഇഞ്ചിയുടെ 1.5K AMOLED ഡിസ്പ്ലേ. ഇതിൽ കൊടുത്തുള്ള ക്യാമറ സെറ്റപ്പ് 50 മെഗാപിക്സലിന്റെ സോണിയുടെ ക്യാമറയാണ്. സ്നാപ്ഡ്രാഗണിന്റെ 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ഏതാണ്ട് 9000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പക്ഷേ ഇതിന്റെ പ്രൈസിങ് ഏതാണ്ട് ഒരു 30,000 to 35,000 പ്രൈസ് റേഞ്ചിലായിരിക്കും. സോ ആ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിവോയുടെ ഒരു S2 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ കൂടി ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പേ വിവോ സ്റ്റോപ്പ് ചെയ്തിരുന്ന അവരുടെ സീരീസാണ് S സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ഒരു 40,000 to 50,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഫോണുകളിൽ പലതും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, ഈ വരുന്ന ജൂലൈ 3-ാം തീയതി ഫ്ലിപ്കാർട്ടിലുള്ള ഗോഡ് സെയിലും 4-ാം തീയതി ആയിട്ട് ആമസോണിൻ്റെ പ്രൈം സെയിലും വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓൾഡർ മോഡൽസ് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഴയ മോഡൽസിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഫോൺ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാവുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻഫിനിക്സിൽ നിന്നുള്ള രണ്ട് ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 70 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺ. 6.76 ഇഞ്ചിൽ വരുന്ന ഒരു HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7100 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 6000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു 20,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫോണിൽ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നത്തിങ് ഫോണിലൊക്കെ കാണുന്നിട്ടുള്ള ഡോട്ട് മെട്രിക്സിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് ഈ ഒരു ഫോണിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. 20,000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം യൂണീക്ക് ആയിട്ടുള്ളൊരു ഫോണാണ്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇനി അവരുടെ സെക്കൻഡ് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ മാസം ഇറങ്ങുമെന്ന് വിചാരിച്ച ഫോണായിരുന്നു ഇൻഫിനിക്സിൻ്റെ GT 50 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. 6.76 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. 50 മെഗാപിക്സലിന്റെ OIS ക്യാമറ, MediaTek Dimensity 8400 ചിപ്സെറ്റ്, പിന്നെ 6000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. ഇത് പ്യൂർലി ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ സൈഡിൽ ഗെയിമിംഗ് ട്രിഗേഴ്സും RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു 35,000 to 40,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും കേട്ടോ ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് മോട്ടോറോളയിൽ നിന്നുള്ള കുറച്ച് ഫോണുകളാണ് കേട്ടോ. ഏതാണ്ട് 4-5 ഫോണുകളാണ് മോട്ടോറോളയിൽ നിന്ന് ഇറങ്ങുന്നത്. അതിലവരുടെ ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ളത് മോട്ടോറോള G77 പവർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേ, MediaTek Dimensity 6400 ചിപ്സെറ്റ്, പിന്നെ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഇതിൽ വരുന്നുണ്ട്. ഇതും കൂടാതെ 5200 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 20,000 ആയിരിക്കും. അടുത്തായിട്ട് മോട്ടോറോളയിൽ നിന്ന് വരുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് മോട്ടോറോള Edge 70 Pro Max എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. 6.8 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 5 ചിപ്സെറ്റ്, പിന്നെ 7400 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫോൺ അവരുടെ സ്പെഷ്യാലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ആപ്പിളിലൊക്കെ ഉള്ള പോലെ മാക്സേഫ് ഉണ്ടല്ലോ, അതിന് പുറകിലായിട്ട് അവർ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മാക്സേഫ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫോൺ
വയർലെസ്ലി ചാർജ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് മോട്ടോറോളയിൽ നിന്നുള്ള ഒരു ഫ്ലിപ്പ് ഫോണാണ് വരാൻ പോകുന്നത്. മോട്ടോറോള റേസർ 70 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. 6.96 ഇഞ്ച് വരുന്ന ഒരു ഫോൾഡബിൾ OLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 7450 X ആയിരിക്കും ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 4500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ കൂടി വരുന്നുണ്ട്, മോട്ടോറോള റേസർ 70 Ultra എന്ന് പറഞ്ഞിട്ട്. ഇതിനാകുമ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു LTPO 165 ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 808 ആയിരിക്കും യൂസ് ചെയ്യുമ്പോൾ ചിപ്സെറ്റ്. പിന്നെ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഏതാണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 1 lakh ആണ്. ഓക്കെ, ഇത് മാത്രമല്ല മോട്ടോറിൽ നിന്നൊരു ടാബ്ലറ്റ് കൂടി വരുന്നുണ്ട്, മോട്ടോ പാഡ് 70 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സാംസങ്ങിൽ നിന്ന് വരാൻ പോകുന്ന കുറച്ച് ഫോണുകളുണ്ട്. കുറച്ച് വെറൈറ്റി ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ് പക്ഷേ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഫോണാണ് സാംസങ്ങിൻ്റെ M47. 6.7 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഈ ഒരു ഫോൺ ഏതാണ്ട് ഒരു 30,000 to 35,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും വരാൻ പോകും. ഓക്കെ, അടുത്തായിട്ട് സാംസങ്ങിൽ നിന്നൊരു വെറൈറ്റി ഫോൺ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫോൾഡ് ഫോൺ തന്നെയാണ്, പക്ഷേ വേറൊരു ഫോം ഫാക്ടറിലാണ് വരുന്നത്. ഒരു ബുക്ക് ടൈപ്പ് ഫോൾഡബിൾ ഫോണായിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇട്ടാ. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ പലർക്കും ഐഡിയ കത്തി കാണും. കാരണം ഈ വർഷം ആപ്പിൾ അവരുടെ ഫോൾഡബിൾ ഫോൺ ഇറക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഈ ഒരു ഫോം ഫാക്ടറിലായിരിക്കും വരാൻ പോകുന്നത്. അവരത് ആലോചിച്ച് വരുമ്പോഴേക്കും സാംസങ് അത് ഫസ്റ്റായിട്ട് ഇറക്കുന്നുണ്ട്. 5.4 ഇഞ്ചിൻ്റെ മെയിൻ ഡിസ്പ്ലേയും 7.7 ഇഞ്ചിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 808 Gen 5 ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50+50 മെഗാപിക്സലായിരിക്കും ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 4500 mAh ബാറ്ററി ഒക്കെ വെച്ച് നല്ല സ്ലിം ഫോൺ ഫാക്ടറിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടാപ്പുള്ളത് റേറ്റ് ആയിരിക്കും. ഏതാണ്ട് 2 lakh പ്രൈസിംഗ് ആണ് നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ സാംസങ്ങിൻ്റെ നോർമൽ ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട് കേട്ടോ. സാംസങ്ങിൻ്റെ Z Fold 8ഉം ഈ കൂട്ടത്തിൽ ഇറങ്ങുന്നത്. 7.6 ഇഞ്ച് വരുന്ന ഫോൾഡബിൾ AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും, പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 808 Gen 5 ചിപ്സെറ്റ്, പിന്നെ 60GB റാമും 1TB വരെയുള്ള സ്റ്റോറേജും വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസിംഗ് ഏതാണ്ട് 1.75 lakhലായിരിക്കും വരാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞ ഫോണിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. Z Fold 8 Ultra എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 8 ഇഞ്ച് വരുന്ന ഫോൾഡബിൾ AMOLED ഡിസ്പ്ലേ, 200 മെഗാപിക്സലിൻ്റെ ക്യാമറ, സ്നാപ്ഡ്രാഗൻ്റെ 808 Gen 5 ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിംഗ് നമ്മൾ നേരത്തെ ഫോൾഡ് വൈഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പ്രൈസിങ്ങിലായിരിക്കും വരാൻ പോകുന്നത്. അറൗണ്ട് 2 lakh പ്രൈസിങ്ങിലായിരിക്കും ഈ ഒരു ഫോണും വരാൻ പോകുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഫോൾഡ് ഫോൺ മാത്രമല്ല കേട്ടോ, അവരുടെ ഫ്ലിപ്പ് ഫോണും ഈ ഒരു ഇവന്റിൽ വരുന്നുണ്ട് കേട്ടോ. സാംസങ്ങിൻ്റെ Z Flip 8 എന്ന് പറഞ്ഞുള്ള മോഡൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ഫോണുകൾ ഈ ഒരു ജൂലൈ മാസത്തിൽ മാത്രമായിട്ട് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഫോണുകൾ വരാമെങ്കിൽ അതും നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്താണ്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്.